وجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ മാത്രം നമ്മൾ ആരാധിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരുവാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല അവൻ്റെ കിതാബുകൾ മുഴുവനും അവതരിപ്പിച്ചത്. നമുക്ക് വന്നു കിട്ടിയ പരിശുദ്ധ ഖുർആനാവട്ടെ, അതിനു മുന്നേ അല്ലാഹു അവതരിപ്പിച്ച തൗറാത്ത്, ഇഞ്ചീൽ പോലെയുള്ള കിതാബുകൾ അല്ലാഹു ഇറക്കിയത് ഈ മഹത്തായ അടിസ്ഥാനം അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു തആല സർവ അമ്പിയാക്കളെയും പറഞ്ഞയച്ചത് ഇത് പറയാൻ വേണ്ടിയാണ്. 1.25 ലക്ഷത്തോളം വരുന്ന നബിമാർ ലോകത്ത് വന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം. ആ നബിമാരെല്ലാം വന്നുകൊണ്ട് സമുദായത്തിന് പകർന്നുകൊടുത്ത ആദ്യത്തെ അടിസ്ഥാന വിജ്ഞാനം ഇതാണ്. എല്ലാ നബിമാരും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു തആല നബിമാരുടെ ചരിത്രം പറയുന്നതിനിടയിൽ പല സൂറത്തുകളിലും നമുക്ക് കാണാം. നബിമാർ വന്നു പറഞ്ഞു, യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് പുറമേ നിങ്ങൾക്ക് യാതൊരു ഇലാഹും ഇല്ല തന്നെ. അപ്പം അള്ളാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മെ പഠിച്ചത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും അള്ളാഹുവിൻ്റെ നബിമാരയച്ചതും ഒക്കെ ഇതിനാണ്. ആ ആയത്തിൻ്റെ ശേഷം അള്ളാഹു പറഞ്ഞു, മാ ഉരീദു മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞു, നാം അവരിൽ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് യാതൊരു ഉപജീവനവും ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന് സൃഷ്ടികൾ വല്ലതും നൽകണം എന്ന് അള്ളാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. മറിച്ച് ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹുവാണ് അർ റസ്സാഖ്, എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. അവനാണ് ശക്തിയും ബലവുമുള്ളവൻ. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങലാണ്, അവന് വഴിപ്പെടലാണ്. പിന്നെ ബാക്കിയുള്ള ദുനിയാവിലെ നമ്മുടെ ജോലിയും കൂലിയും തൊഴിലും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇതിലേക്ക് നമ്മെ എത്തിക്കാനുള്ള, ഇതിന് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന ആ ലക്ഷ്യബോധം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവണം. കാരണം ഈ ലോകം അത് കഴിഞ്ഞാൽ അടുത്ത ഒരു പരലോകം വരാനുണ്ട്. ഇവിടെ ആരും ശാശ്വതരല്ല. അതുതന്നെ നമുക്ക് തെളിവാണ്. നമ്മുടെ ആയുസ് വളരെ കുറവാണ്, ചുരുക്കമാണ്. ഇതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ മരിക്കുകയില്ല, ശാശ്വത ജീവിതമാണ്. ഒന്നല്ലെങ്കിൽ സ്വർഗം, അതല്ലെങ്കിൽ നരകം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അത് ഓർമ്മയുള്ളവരായിരിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്.
സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അള്ളാഹുവിനുള്ള ഇബാദത്ത്, അല്ലെങ്കിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ വളരെ ലളിതമായി വിശദീകരിച്ചു പറഞ്ഞു. അൽ ഇബാദ, ആരാധന എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ, അതൊരു ആശയ സമ്പുഷ്ടമായ അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അർത്ഥവത്തായ ഒരു വാക്കാണത്. എന്താണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹു മിനൽ അഅമാലി വൽ അഖ്വാലി അദ്ദാഹിറതി വൽ ബാത്തിന. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ നമ്മുടെ ഹൃദയം കൊണ്ടും അഥവാ സൃഷ്ടികളുടെ ഹൃദയം കൊണ്ടും അവരുടെ അവയവങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ഇതിനൊക്കെ പറയുന്ന ആശയ സമ്പുഷ്ടമായ ഒരു പേരാണ് ഇബാദത്ത്. അല്ലാഹു തആല അവനെ എങ്ങനെ ആരാധിക്കണം, എന്താണ് ആരാധന കർമ്മങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതും മാത്രമായിരിക്കും. അള്ളാഹു ഒരു ഇബാദത്ത് നമ്മോട് കൽപ്പിച്ചു എന്ന് വിചാരിക്കുക. ആ ഇബാദത്ത് ഇബാദത്താണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു പ്രവാചകനെ അയക്കും. അള്ളാഹു അവന്റെ റസൂലിലൂടെ, അവന്റെ കിതാബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും. ഇന്നത് ഇബാദത്താണ്, ഇന്ന കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് നമുക്ക് സാമീപ്യം നൽകും, നമുക്ക് പ്രതിഫലം നൽകും, അത് മുഖേന നമുക്ക് സ്വർഗം കരസ്ഥമാക്കാം. അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതുമായിരിക്കും. ഇബാദത്തിൽ വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്. നമുക്കറിയാം, ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെയുള്ള പ്രവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടതാണ്. അതിൽ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ട്. ഇതാണ് സഹോദരങ്ങളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഇബാദത്തിന് അനേകം ഇനങ്ങളുണ്ട്. ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് ഇസ്ലാമിന്റെ 5 അടിസ്ഥാനങ്ങൾ, 5 തൂണുകൾ, അഥവാ 2 ഷഹാദത്ത്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇത് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളാണ്. ഈ ദീൻ നിലനിൽക്കുന്ന 5 തൂണുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബാദത്താണെന്ത്? നമ്മുടെ ഈമാൻ കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള ഈമാൻ, അൽ ഈമാനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശർരി. 6 കാര്യങ്ങൾ, ഈമാനിന്റെ 6 കാര്യങ്ങൾ. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിലുള്ള വിശ്വാസം. ഇതൊക്കെ ഇബാദത്താണ്. നമുക്ക് ഈ 2 കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ. ആദ്യം പറഞ്ഞത് പ്രവർത്തിക്കാനുള്ളതാണ്. ബാഹ്യമായി നമ്മുടെ ശരീരം കൊണ്ട്, അവയവം കൊണ്ട്, നാവ് കൊണ്ട് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളതാണ്. രണ്ടാമത് പറഞ്ഞ ഈമാനിന്റെ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അതൊക്കെ നമ്മുടെ മനസ്സിലാണ്, ഹൃദയത്തിലാണ്. ആ ഈമാൻ ഹൃദയത്തിലായിരിക്കെ ഇസ്ലാമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് പ്രാർത്ഥന, തവക്കുൽ, നേർച്ച, അറവ്, സഹായതേട്ടങ്ങൾ, അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ, ഭയം, പ്രതീക്ഷ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ പറഞ്ഞതൊക്കെ എന്താണ്? ഇബാദത്താണ്, ആരാധന കർമ്മങ്ങളാണ്, അതിൻ്റെ ഇനങ്ങളാണ്. ഈ ഒരു ആമുഖം പറഞ്ഞു വച്ചത് സഹോദരങ്ങളെ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ, ഇസ്തിഗാഥയും തവസ്സുലും. അൽ ഇസ്തിഗാഥതു വത്തവസ്സുൽ, ഇത് രണ്ടും നമ്മൾ ഈ പറഞ്ഞ ആരാധനകളിൽ വരുന്ന കാര്യങ്ങളാണ്. അള്ളാഹു എന്തിനാണ് നമ്മെ പടച്ചത് എന്ന് പറഞ്ഞു. ആ പടച്ചതിന്റെ ലക്ഷ്യമായ ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞു. ആ ഇബാദത്തിന്റെ ഇനങ്ങൾ എന്താണെന്നും പറഞ്ഞു. അതിൽപ്പെട്ട 2 കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്, അഥവാ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെയുമാണ് നമുക്കത് മനസ്സിലാക്കാനുള്ളത്. കാരണം ഏതൊരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകും.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകും. അതുപോലെ ആദ്യമായി ഇത് കേട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ നമുക്ക് വ്യാഖ്യാനിച്ചു നൽകും. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ രീതി. അത്തവസ്സുൽ വൽ ഇസ്തിഗാസ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ പൊതുവെ സാധാരണ അർത്ഥം പറയാറുള്ളത് ഇടതേട്ടം, സാമീപ്യം തേടൽ, മധ്യവർത്തിയെ സ്വീകരിക്കൽ, ഇടയാളന്മാരെ സ്വീകരിക്കൽ, ഒന്നിലേക്ക് എത്താൻ വേണ്ടിയുള്ള മാർഗം, ഇങ്ങനെ വിശാലമായ അർത്ഥം തവസ്സുൽ എന്ന വാക്കിന് പറയപ്പെട്ടതായി നമുക്ക് കാണാം. ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, തവസ്സുൽ എന്നത് അറബിയിലുള്ള ഒരു പദമാണ്. പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. വസീല, തവസ്സുൽ എന്നൊക്കെയുള്ള പ്രയോഗം. അതുപോലെ തന്നെ അറബി ഭാഷയിൽ അറബികൾ അവരുടെ വാക്കുകളിലും അവരുടെ കവിതകളിലുമൊക്കെ ഈ പദം കൊണ്ടുവന്നതായി നമുക്ക് കാണാം. ആഗ്രഹത്തോടുകൂടി ഒരു കാര്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന മാർഗം, അതിനുവേണ്ടിയുള്ള മധ്യവർത്തി എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്, ആ വാക്കിന് അർത്ഥം പറയാറുള്ളത്. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ രണ്ട് വിഷയത്തിലും വലിയ കോളിളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. ലോകാടിസ്ഥാനത്തിലുണ്ട്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും. എന്താണ് സഹോദരങ്ങളെ തവസ്സുൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം അത്തവസ്സുൽ അൽ വസീല എന്ന പദം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആ ആയത്തുകൾ നമുക്ക് ആദ്യമായി മനസ്സിലാക്കാം. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്കുള്ള വസീലത്ത് നിങ്ങൾ സ്വീകരിക്കുക. വജാഹിദു ഫി സബീലിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. രണ്ടാമത്തൊരു ആയത്ത് മറ്റൊരു സൂറത്തിൽ നമുക്ക് കാണാം. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ്. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അഥവാ മക്കയിലെ അന്ന് ജീവിച്ചിരുന്ന മുശ്രിക്കുകളായ ആളുകളെ കുറിച്ചാണ് അള്ളാഹു അത് പറഞ്ഞത്. അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ റബ്ബിലേക്ക് വസീലത്ത് തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അയ്യുഹും അഖ്റബ്, അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ള ആളുകൾ വരെ എങ്ങനെയാണ് റബ്ബിലേക്ക് അടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് ആലോചിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, മാത്രമല്ല ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് ഭയപ്പെടേണ്ടത് തന്നെയാണ്, അതിനെ തൊട്ട് ജാഗ്രത കൈക്കൊള്ളേണ്ടത് തന്നെയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഈ രണ്ട് ആയത്തുകളിലും സഹോദരങ്ങളെ അൽ വസീല എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഈ വാക്കിനെ വിശദീകരിക്കേണ്ടത് ആരാണ്? നമ്മളാണോ? അല്ല. ഈ ആയത്ത് വിശദീകരിക്കേണ്ടത് ആദ്യമായി ഓതിത്തന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ആദ്യമായി കേൾക്കാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരാണ് നമുക്ക്
ഈ ആയത്ത് എന്താണെന്ന് പറഞ്ഞു തരേണ്ടത്. തഫ്സീറുകളിൽ നമുക്ക് കാണാം, വബ്തഗു ഇലൈഹിൽ വസീല, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗു ഇലൈഹിൽ വസീല എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. ആ ആയത്തിനെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ, ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ മുഫസ്സിറായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ, അദ്ദേഹം മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. മുൻഗാമികൾ എന്ന് പറയുമ്പോൾ സഹാബത്ത് മുതൽ താബിഈങ്ങൾ മുതൽ ഇങ്ങോട്ട് വലിയ വലിയ മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതാ, ത്വൽഹ, സുഫിയാനു സൗരി, ഇമാം മുജാഹിദ്, ഇമാം അബൂ വാഇൽ, ഇമാം അൽ ഹസനുൽ ബസ്രി, ഇമാം ഖതാദ, ഇമാം സുദ്ദി, ഇങ്ങനെ തുടങ്ങി മഹാരഥന്മാരായ മുൻഗാമികൾ, സലഫു സാലിഹികൾ, അവർ പറഞ്ഞു അൽ വസീല എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുർബ, അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അഥവാ ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം അത് വ്യക്തമാക്കി പറഞ്ഞു, ഐ തഖറബു ഇലൈഹി ബിതാഅതിഹി വൽ അമലി ബിമാ യുർദീഹി. അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വബ്തഗു ഇലൈഹിൽ വസീല എന്ന് അള്ളാഹു പറഞ്ഞത് ഐ തഖറബു ഇലൈഹി ബിതാഅതിഹി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അവനിലേക്ക് സാമീപ്യം തേടുക. അഥവാ വൽ അമലി ബിമാ യുർദീഹി, നിങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, അവന് തൃപ്തികരമായ കാര്യങ്ങൾ കൊണ്ട് അവനിലേക്ക് നിങ്ങൾ അടുക്കുക. ഇതാണ് അൽ വസീല, തേടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമുക്ക് കാണാം, നമ്മുടെ നാട്ടിൽ പള്ളി ദർസുകളിൽ മുസ്ലിയാക്കന്മാർ ഓതി പഠിക്കുന്ന തഫ്സീറുൽ ജലാലൈനി, ആ തഫ്സീറിൽ വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞ ഈ വാക്കിനെ ആ രണ്ട് മുഫസ്സിറുകൾ ചേർന്ന് എഴുതിയതാണ് തഫ്സീറുൽ ജലാലൈനി. അവർ വിശദീകരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഖാഫു ഇഖാബഹു ബിഅൻ തുതിഊഹു, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊള്ളുക. വബ്തഗു ഐ ഉത്ലുബു, നിങ്ങൾ തേടുക, അന്വേഷിക്കുക, ഇലൈഹിൽ വസീല, അവനിലേക്കുള്ള വസീല, ഐ മാ യുഖർരിബുകും ഇലൈഹി മിൻ ത്വാഅതിഹി, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പിക്കുന്ന അമലുകൾ കൊണ്ട് നിങ്ങൾ അവനിലേക്ക് സാമീപ്യം തേടുക. വജാഹിദു ഫീ സബീലി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുക. അഥവാ ലിഇലാഇ ദീനിഹി, അല്ലാഹുവിന്റെ ദീനിനെ ഉയർത്തുവാൻ, അത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുവാൻ, ലഅല്ലക്കും തുഫ്ലിഹൂൻ ഐ തഫൂസൂൻ, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി. ഈ ആയത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വസീല തേടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമലുകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഇബാദത്തുകളായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുകൊണ്ട് റബ്ബിലേക്ക് നിങ്ങൾ അടുക്കണം. ഒരു കാര്യം ഇബാദത്താവണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടണം, തൃപ്തിപ്പെടണം. അത് ഇഖ്ലാസോടുകൂടി ചെയ്യണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു കാര്യം ഇബാദത്താവുകയുള്ളൂ, അത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമുക്ക് തോന്നിയതുപോലെ ഒരു കർമ്മം എടുത്തുകൊണ്ട് ഇബാദത്താക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പ്രത്യേകം എണ്ണവും വണ്ണവും നിശ്ചയിക്കാൻ പറ്റുമോ? സമയം നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല. എത്ര ഇഖ്ലാസ് ഉണ്ടായിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണോ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണ്, ദീനിലുള്ളത് തന്നെയാണ്, ഇഖ്ലാസ് ചോർന്നു പോയാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്തു, അതല്ലെങ്കിൽ ജനങ്ങൾ കാണുവാൻ, അവരുടെ തൃപ്തി ലഭിക്കുവാൻ, അവരുടെ പുകഴ്ത്തൽ, പ്രശംസ ലഭിക്കുവാൻ, ആളുകൾ നല്ലത് പറയാൻ, ഇങ്ങനെ ഇഖ്ലാസ് ചോർന്നു പോയാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും യോജിച്ചാൽ മാത്രമേ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഈ രൂപത്തിൽ ഇബാദത്തുകൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണം എന്നാണ് വബ്തഗു ഇലൈഹിൽ വസീല എന്നതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്.
ഇനി രണ്ടാമത് പറഞ്ഞ സൂറത്തുൽ ഇസ്രായിലെ ആയത്തിൽ നമുക്ക് കാണാം, ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അവിടെയും വസീല തവസ്സുൽ എന്ന വാക്കാണ് വന്നിട്ടുള്ളത്. ഉലൈക അല്ലദീന യദ്ഊൻ, ഇതിന്റെ തൊട്ടു മുന്നേ ഉള്ള ആയത്തുകളിൽ അല്ലാഹു തആല മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവർ യാതൊരു ഗുണവും ഉപദ്രവവും ചെയ്യുകയില്ല എന്നും, അങ്ങനെയുള്ള ആക്ഷേപം ഈ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതിന് ശേഷമാണ് ഇത് പറഞ്ഞത്. എന്ത്? ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെന്ന് ഈ ആയത്തിൽ വന്നത്? തഫ്സീറുകളിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഈസ വ ഉമ്മുഹു വ ഉസൈർ. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മയുണ്ട്, അതുപോലെ ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു, ഹും ഈസ വ ഉസൈർ വശംസു വൽ ഖമർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉസൈർ അലൈഹിസ്സലാം, സൂര്യൻ, ചന്ദ്രൻ, ഇതിനൊക്കെ ആരാധിക്കുന്നു അവർ. അതുപോലെ തന്നെ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ താബിഈ അദ്ദേഹം പറഞ്ഞു, ഈസ വൽ ഉസൈർ വൽ മലായിക. അവർ ഈസാ നബിയെയും ഉസൈർ നബിയെയും അലൈഹിമസ്സലാം അതുപോലെ മലക്കുകളെയും ആരാധിച്ചിരുന്നു. ഈ ആളുകൾ അഥവാ നല്ല ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവരെ ആരാധിച്ചിട്ട് കാര്യമില്ല എന്നു പറഞ്ഞതിന്റെ ഉടനെ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ആ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ആ നല്ല ആളുകൾ, അവർ തന്നെ റബ്ബിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. എങ്ങനെ സാമീപ്യം തേടുന്നു? അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിയവരായിരുന്നു അവർ. വഫാത്തായിപ്പോയ നബിമാർ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അള്ളാഹുവിങ്കലാണുള്ളത്. അതുപോലെ തന്നെ ഉമ്മ മറിയം അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മലക്കുകൾ, ഇവരൊക്കെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിയിരുന്നവരും തേടിക്കൊണ്ടിരിക്കുന്നവരുമൊക്കെയാണ്. മാത്രമല്ല അവർ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ്, അവർ അള്ളാഹുവിന്റെ അദാബ് ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്. ഇവിടെ ഈ വസീല കൊണ്ടുള്ള ഉദ്ദേശം ഇബാദത്ത് എന്ന് തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. നസലത് ഫീ നഫരിൻ മിനൽ അറബ്, അറബികളിൽപ്പെട്ട ചില ആളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അങ്ങനെയുണ്ട്, ചില ആയത്തുകൾക്ക് അവതരണ പശ്ചാത്തലമുണ്ടാകും, സബബുൻ നുസൂൽ എന്ന് പറയും. അതായത് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അള്ളാഹു ആയത്തിറക്കും, അതിനാണ് അവതരണ പശ്ചാത്തലം എന്ന് പറയുക. ഇനി ഒരു കാരണമില്ലെങ്കിലും ആയത്തിറങ്ങും. അപ്പൊ ഈ ആയത്തിന് ഒരു പ്രത്യേക സന്ദർഭമുണ്ടായിരുന്നു. അറബികളിൽപ്പെട്ട ചില ആളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. എന്താണ് അവരുടെ വിഷയം? കാനൂ യഅ്ബുദൂന നഫറൻ മിനൽ ജിൻ, അവർ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളെ ആരാധിച്ചിരുന്നു, വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, അവർക്ക് ഇബാദത്തുകൾ സമർപ്പിച്ചിരുന്നു. ഫഅസ്ലമൽ ജിന്നിയൂൻ, ഈ ജിന്നുകൾ മുസ്ലിമീങ്ങളായി, അവർ ഇസ്ലാം സ്വീകരിച്ചു. വൽ ഇൻസുല്ലദീന കാനൂ യഅ്ബുദൂനഹും ലാ യശ്ഉറൂന ബിഇസ്ലാമിഹിം, എന്നാൽ ഈ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഈ അറബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജിന്നുകൾ മുസ്ലിമായത് അറിയില്ല. അവർ പിന്നെ ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ്, അവർ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ്, അവർ അള്ളാഹുവിന്റെ അദാബ് ഭയപ്പെടുന്നവരാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ട് ആയത്തുകൾ, അൽ വസീല എന്ന് പരാമർശം വന്ന ആയത്തുകൾ. ഈ രണ്ടിലും നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ അൽ വസീല എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളാണ്, അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുന്ന, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങളാണ് അവിടെ ഉദ്ദേശം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതൊക്കെ പറഞ്ഞതിന്റെ ശേഷം അടിവരയിട്ടുകൊണ്ട്
പറഞ്ഞ ഒരു വാക്ക് നമുക്ക് ഇപ്രകാരം കാണാം. വഹാദല്ലദീ ഖാലഹു ഹൗലാഇൽ അഇമ്മതു ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീഹി. ഈ പറഞ്ഞ ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ച വിശദീകരണങ്ങളുണ്ടല്ലോ, അദ്ദേഹം പറയാണ് ഇമാമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇമാമീങ്ങൾ പറഞ്ഞ കാര്യം ഇതിൽ തഫ്സീർ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അഥവാ എല്ലാ തഫ്സീറുകൾ എടുത്തു പരിശോധിച്ചു നോക്കിയാലും വസീല എന്ന വാക്കിന് അർത്ഥം കാണുക എന്താണ്? ആരാധനാ കർമ്മങ്ങൾ എന്നാണ്. ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക, അടുക്കുക, അടുപ്പം സിദ്ധിക്കുക എന്നൊക്കെയാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുക. ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീഹി. തഫ്സീർ പണ്ഡിതന്മാർക്കിടയിൽ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല തന്നെ. ഇനി സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വബ്തഗു ഇലൈഹിൽ വസീല എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും പറയാറുള്ളത്, അള്ളാഹുവിലേക്ക് സാമീപ്യം നിങ്ങൾ തേടിക്കൊള്ളണം മുഅ്മിനീങ്ങളെ. എന്താണ് ആ സാമീപ്യം എന്ന് പറഞ്ഞാൽ? അത് മഹാന്മാരാണ്, അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്. നമ്മൾ നേർക്ക് നേരെ അള്ളാഹുവിനോട് ചോദിച്ചാൽ എത്തുകയില്ല. അപ്പൊ നമുക്കൊരു വസീല വേണം. ആ വസീല മുഖേന മാത്രമേ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അത് തേടണമെന്നാണ് അള്ളാഹു ഈ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ഈ ആയത്ത് ആദ്യമായി കേട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ വിശദീകരിച്ചത് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഒരു തഫ്സീറിലും ഈ രൂപത്തിലുള്ള വ്യാഖ്യാനം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അവർ പറഞ്ഞത് ഇബാദത്തുകൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ്. അപ്പൊ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പല ആളുകളും പറഞ്ഞതാണെന്ത്? ഹക്ക്, ജാഹ്, ബറക്കത്ത് മുഖേന അള്ളാഹു അല്ലാത്തവരെ ഇടയിൽ നിർത്തണം. അതാണ് തവസ്സുൽ, അൽ വസീല എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അങ്ങനെ ഇടയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കണം. നേർക്ക് നേരെ അടുക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നിങ്ങളെ മനസ്സിലുണ്ടാകും. എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്നെ ഇബാദത്ത് ചെയ്യാനെന്ന് അള്ളാഹു പറഞ്ഞു. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തം ചെയ്യേണ്ടതാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഒരു ഇടയാളനെ നിശ്ചയിച്ചുകൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യേണ്ട ഒരവസ്ഥ അള്ളാഹു നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ ചെന്നെത്താൻ ഒരു അടിമക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് എന്തൊരു വിഡ്ഢിത്തമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ വിളിച്ചിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ. ഈ ആയത്തിൽ തന്നെ ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കുക? ഒരു റസൂലിനെ മുന്നിൽ നിർത്തി എന്നിട്ടാണോ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക? അങ്ങനെയാണോ? നമ്മൾ നേർക്ക് നേരെ തഖ്വ പാലിക്കുന്നില്ലേ? നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്കൊരു ഇടയാളനുണ്ടോ? സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു ഇടയാളനുണ്ടോ? നോമ്പ് നോൽക്കുമ്പോൾ ഒരു ഇടയാളനുണ്ടോ? ഇല്ല. നമ്മുടെ ഇബാദത്തുകളെല്ലാം നേർക്ക് നേരെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേർക്ക് നേരെയാണ് നമ്മുടെ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത്. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ഈ വസീല കൊണ്ടുവന്നത്. എന്തിനാണ്? പ്രാർത്ഥനയുടെ വിഷയത്തിൽ നേർക്ക് നേരെ ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹുവിനോട് നേർക്ക് നേരെ നമുക്ക് നടത്താം. അതിൽപ്പെട്ടതാണ് ദുആവും പ്രാർത്ഥനയും. അള്ളാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് എനിക്കൊരു കാര്യം നീ നൽകണേ. അള്ളാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് കൊണ്ട് എനിക്ക് നീ നൽകണേ. അള്ളാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് നൽകണേ എന്നു പറഞ്ഞ ഒരൊറ്റ ദുആവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പൂർവികരായ നബിമാർ, അമ്പിയാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അതാ വിളിച്ചിരിക്കുന്നു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബിദ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം.
സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, തളർറുഅൻ വഖുഫിയ, വിനയത്തോടെ, താഴ്മയോടെ, ഭയപ്പാടോടെ നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ഇന്നഹു മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, തീർച്ചയായും ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത് അവനോട് അള്ളാഹു കോപിക്കും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നിലനിൽക്കെ ഈ ആളുകൾ പറയുന്നു നേർക്ക് നേരെ ചോദിക്കാൻ പാടില്ല. നമ്മൾ റസൂലുള്ളാഹിനെ ഇടനിലക്ക് നിർത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരെ ഇടനിലക്ക് നിർത്തണം, അവരോട് ചോദിക്കണം, എന്നിട്ട് അവർ അള്ളാഹുവിനോട് ചോദിക്കും, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി തരും. ഉദാഹരണം പറയാറുള്ളത് എന്താണ്? ഒരു നാട്ടിലൊരു മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ നേർക്ക് നേരെ പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? പിഎനെ കാണണം, എന്നിട്ട് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ അദ്ദേഹം സംസാരിച്ചിട്ട് വേണം നമുക്ക് പെർമിഷൻ എടുത്തു തരാൻ, സമയം നിശ്ചയിച്ചു തരാൻ. സഹോദരങ്ങളെ, ബുദ്ധി കൊടുത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയെ പോലെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല? ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇവിടെ ഉള്ള എല്ലാവരുടെയും പേരറിയോ? ഇവിടെ ഉള്ള എല്ലാവരുടെയും രഹസ്യവും പരസ്യവും അറിയോ? ഇവിടെ ഉള്ള എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയാമോ? ഇവിടെയുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് അത് അറിയിച്ചു കൊടുക്കണം, എന്നാലേ അറിയുള്ളൂ. ഇതുപോലെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല? അള്ളാഹു പറഞ്ഞ എന്താണ് സൂറത്തുൽ ബഖറയിൽ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക, നബിയേ, അവർ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ. ഇങ്ങനെ ചോദിച്ചാൽ എന്ന് പറയുന്ന മറ്റു ചില ആയത്തുകളിൽ നമുക്ക് കാണാം ഫഖുൽ എന്ന് അള്ളാഹു പറയാറുണ്ട്. ഈ ആയത്തിൽ ഫഖുൽ, നീ പറയുക, ഓ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അടുത്തു തന്നെയുണ്ട്, അവരുടെ സമീപത്ത് തന്നെയുണ്ട്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവന്റെ അർശിന് മുകളിലാണ്. പക്ഷെ അള്ളാഹുവിന്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അള്ളാഹു ഓരോ അടിമയുടെയും സമീപത്ത് തന്നെയുണ്ട്. കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും സഹായിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അള്ളാഹു റബ്ബുൽ ആലമീൻ അടുത്തു തന്നെയുണ്ട്. ആ റബ്ബിനെ വിട്ടുകൊണ്ട് നമ്മൾ പറയാണ് നേർക്ക് നേരെ അടുക്കാൻ സാധിക്കുകയില്ല. നമുക്കൊരു പ്രയാസമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കണം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു അവസ്ഥ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് നേർക്ക് നേരെ അള്ളാഹുവിനോട് ചോദിക്കാം, നേർക്ക് നേരെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നിട്ട് അള്ളാഹു ആയത്തിൽ പറഞ്ഞെന്താണ്? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്കുള്ള ഇബാദത്തിൽ ആരെങ്കിലും അഹന്ത നടിക്കുകയാണെങ്കിൽ അവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. ദുആ എന്ന് പറഞ്ഞു, ഇബാദത്ത് എന്നും പറഞ്ഞു. ദുആ ഇബാദത്താണ്. ആ ദുആ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ദുആ അള്ളാഹുവിനോട് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ചെയ്യാത്തവരോട് കോപമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു. 3 രൂപത്തിൽ ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഒരടിമ 2 കൈകളും ഉയർത്തി അള്ളാഹുവിനോട് തേടിയാൽ ആ കരം ശൂന്യമായി അള്ളാഹു മടക്കുകയില്ല. ആ കാര്യത്തിൽ അവൻ ലജ്ജിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. ഇങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയെ വിട്ടുകൊണ്ട് പടപ്പുകളിലേക്ക് അവലംബം അർപ്പിക്കാനാണ് ഈ വസീല, തവസ്സുൽ എന്ന വാക്കുമ്മൽ കെട്ടിക്കൊടുക്കുന്നത്. സഹോദരങ്ങളെ, എന്തൊരു എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീൻ.
പരിശുദ്ധ ഇസ്ലാമും ഈ ഇസ്ലാമിലെ നിയമങ്ങളും എത്ര മനോഹരമാണ്, എത്ര മഹത്തരമാണ്, എത്ര എളുപ്പമാണ്. ഒരു കെട്ടിക്കൊടുക്കുമില്ല. എല്ലാ കെട്ടിക്കൊടുക്കുകളും, എല്ലാ ചങ്ങലക്കെട്ടുകളും ഭാണ്ഡക്കെട്ടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് മുതൽ അള്ളാഹു നമ്മുടെ കഴുത്തുകളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വരുന്നതിന് മുന്നേ പൗരോഹിത്യമുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങി മഹാന്മാരും അല്ലാത്തവരുമായ പലരെയും ആരാധിച്ചിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ആരാധിച്ചിരുന്നു. അവരുടെ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ രൂപത്തിലായിരുന്നു. അതൊക്കെ മാറ്റി യഥാർത്ഥ റബ്ബിലേക്ക് ക്ഷണിക്കുവാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ 2 ന്യായങ്ങളുണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങൾ ഈ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഈ ആളുകൾ അള്ളാഹുവിലേക്ക് നമുക്കുള്ള ശുപാർശക്കാരാണ്, നമുക്ക് നേർക്ക് നേരെ ചോദിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവരോട് നമ്മൾ പറയും ഇവർ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. മറ്റൊരു ന്യായം അവർ പറഞ്ഞു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് സാമീപ്യം നേടിത്തരാൻ വേണ്ടിയാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടാൻ വേണ്ടി. ഇതെക്കാലത്തും ഇങ്ങനെയുള്ള ആളുകൾക്ക് പറയാനുള്ള ഞൊണ്ടി ന്യായങ്ങളാണ്. ഇത് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാണ്. പരിശോധിച്ചു നോക്കാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത് പരിശോധിച്ചു നോക്കുക. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത് പരിശോധിച്ചു നോക്കുക. ഈ ആയത്ത് നമുക്ക് കാണാം. ഏത് തഫ്സീറും എടുത്തു നോക്കിക്കോളൂ, എന്താണ് അതിന്റെ അർത്ഥമെന്ന് പരിശോധിച്ചു നോക്കാം. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഇത്രയും എളുപ്പമുള്ള ദുആ, പ്രാർത്ഥന എന്ന ഇബാദത്തിനെ വളച്ചൊടിച്ച് ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് സാധുക്കൾ, സാധാരണക്കാരായ ആളുകൾ ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെങ്കിൽ ഒരു ഉസ്താദിനെ വിളിച്ച് ദുആ ചെയ്യണം. സ്വന്തമായിട്ടൊന്ന് കൈ ഉയർത്തി അല്ലാഹുവേ എന്ന് ആത്മാർത്ഥമായി വിളിക്കാൻ അവന് സാധിക്കുന്നില്ല. ജാറങ്ങളിലും ദർഗകളിലും മഖാമുകളിലും പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാം. കാരണം എന്താ? അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എന്നാൽ മഹാന്മാരുടെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, തൊണ്ടയിടറിയാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ അള്ളാഹുവിനോട് പറഞ്ഞു വേഗത്തിൽ ഉത്തരം വാങ്ങിത്തരുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഗുരുതരമായ അവസ്ഥയിലാണ് ഈ ആളുകൾ ഉള്ളതെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞ കണ്ണുകൾ, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അർശിന്റെ തണൽ കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഈ ആളുകളെ? അല്ലാഹു അക്ബർ, കൈകെട്ടും, പൊന്തുന്നുണ്ടാവും, ഉയരും താഴും, ആടും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. എന്നാൽ ജാറങ്ങളിൽ നിൽക്കുമ്പോൾ എന്തൊരു ഭക്തിയാണെന്ന് നോക്കൂ നിങ്ങൾ. ആ നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങുകയില്ല. ഖുശൂഉം ഖുദൂഉം ഒക്കെ ജാറങ്ങളിലാണ്. കണ്ണുകൾ നിറയുന്നു, ഒലിക്കുന്നു, തന്നേ തീരൂ എന്ന് പറയുന്നു, ആവർത്തിച്ച് ചോദിക്കുന്നു. അതുപോലെ നേരെ പോയ മനുഷ്യൻ അതേപോലെ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടാണ് വരിക. തിരിച്ചു നടക്കൂല. പള്ളിന്നോ എങ്ങനെയും നടക്കാം, അള്ളാഹുവിന്റെ മസ്ജിദിൽ എങ്ങനെയും നടക്കാം. ദർഗകളിൽ നേരെ പോയി അതേപോലെ. സാധാരണ സ്കൂട്ടർ ആണെങ്കിൽ അപ്പം തന്നെ തിരിക്കും, മറ്റുള്ള വാഹനങ്ങളൊക്കെ നേരെ റിവേഴ്സ് വരണം എന്നതുപോലെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗുരുതരമായ അവസ്ഥയാണെന്ന് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയ ഇബാദത്തുകളെ വളച്ച് ഒടിച്ച് വക്രീകരിച്ചിരിക്കുന്നു. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ദീൻ പൊളിഞ്ഞു പോവുകയാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ദീനിൽ നിന്ന് പുറത്തു പോകും. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ഷിർക്ക് ചെയ്യും. അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സാധനമല്ല ഇത്. ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കലാണ് ഷിർക്ക്.
അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക. അതിൽപ്പെട്ടതാണ് ദുആ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്തവരുടെ മേൽ ഭരമേൽപ്പിച്ചാൽ, തവക്കുൽ ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരുടെ മേൽ നേർച്ച സമർപ്പിച്ചാൽ, അള്ളാഹു അല്ലാത്തവരെ അഭൗതികമായ രൂപത്തിൽ ഭയപ്പെട്ടാൽ, അവരിൽ പ്രതീക്ഷയർപ്പിച്ചാൽ, അവർക്ക് വേണ്ടി ബലിയറുത്താൽ തുടങ്ങി അനേകം കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന്, ഇതല്ലെങ്കിൽ ഇതിലെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ഒരാളുടെ ദീൻ പൊളിഞ്ഞു പോകും എന്നതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നോക്കൂ, ഇന്ന് നമ്മൾ കാണുന്നത് അള്ളാഹുവിനെ വിളിക്കുന്നതിന് പകരം വിളിച്ചോളൂ മമ്പറത്തെ തങ്ങളെ, വിളിച്ചോളൂ മുഹീദ്ദീൻ ഷേഖിനെ, വിളിച്ചോളൂ അള്ളാഹുവിന്റെ റസൂലിനെ എന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറയുന്നു വഖാല റബ്ബുകും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബിതാ പറയുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ ആളുകൾ സമ്മതിക്കുന്നില്ല. ഇല്ല, നമുക്ക് വസീല വേണം. ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല. ഇപ്പോഴും സഹോദരങ്ങളെ ഈ പറഞ്ഞ ആളുകൾ പാരായണം ചെയ്യും, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. അല്ലാഹു പറഞ്ഞിരിക്കുന്നു വസീലത്ത് തേടാൻ. എന്താണ് വസീല? മഹാന്മാർ, മഹത്തുക്കൾ, ബദരീങ്ങൾ, പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കന്മാർ. ഒരൊറ്റ തഫ്സീറിലും ആ ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തവസ്സുൽ എന്ന വിഷയത്തിൽ ഒരിക്കലും നമ്മൾ പതറിപ്പോവരുത്, പാളിപ്പോവരുത്. നമ്മുടെ ദീൻ അത് മുഖേന തകർന്നു പോവരുത്. വലിയ അപകടമാണ് ഈ വിഷയത്തിൽ പലർക്കും സംഭവിച്ചിട്ടുള്ളത്. ആ അപകടം തിരുത്തുവാൻ വേണ്ടിയാണ് തഫ്സീറുകൾ ഉദ്ധരിച്ച് ഈ പറഞ്ഞത്. ഒരാളെയും മുശ്രിക്കാക്കാനോ കാഫിറാക്കാനോ ദീനിന്ന് പുറത്താക്കാനോ വേണ്ടിയല്ല, മറിച്ച് ഇതൊക്കെ പറഞ്ഞെന്തിനാണ്? ദീനിലേക്ക് വരാനാണ്, ദീനിൽ ഉറച്ചു നിൽക്കാനാണ്. ദീനിലേക്ക് മടങ്ങിയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പുറത്തു തരും. പരലോകമോക്ഷം, അതാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം. പരലോകത്ത് രക്ഷപ്പെടണ്ടേ? ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച്, ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ സംവാദങ്ങൾ നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര സംവാദങ്ങൾ, മുഖാമുഖങ്ങൾക്ക് സാക്ഷിയായ നാടാണ് നമ്മുടെ നാട്. എന്താണ് അതിന് പ്രമേയം? മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവുകൾ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നൊരു വിഭാഗം പറയുമ്പോൾ, അല്ല, പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പ്രബോധനം ചെയ്തത് എന്താണ് സഹോദരങ്ങളെ? മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ, നബിയെ ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. മുശ്രിക്കുകളോട് ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത്? നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും ഉടമപ്പെടുത്തുന്നത് ആരാണ്? ആരാണ് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിനെയും പുറത്തു കൊണ്ടുവന്നവൻ? ആരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മുദബ്ബിർ? മുശ്രിക്കുകൾ എന്താണ് പറയുക? അത് ഇബ്രാഹിം നബിയാണ്, അത് ഇസ്മായിൽ നബിയാണ്, അത് ലാത്തയാണ്, ഉസ്സയാണ് എന്നാണോ? അല്ല. സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഫസയഖൂലൂന അല്ലാഹ്, ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു ആണ് എന്നവർ പറയും. ഇന്ന് മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ആളുകൾ പറയാറുള്ളത് ആരെയാണ്? CM മടവൂരിനെയാണ്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്ന ആൾ, ലോകം നിയന്ത്രിക്കുന്നവൻ. വമൻ യുദബ്ബിറുൽ അംറ എന്ന് മക്കയിൽ അബൂജഹൽ അടക്കമുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. എന്നിട്ടും അവർ മുസ്ലിമീങ്ങളായില്ല, അവർ മുശ്രിക്കുകളായി. എന്തുകൊണ്ട്? അവർ വിളിച്ചു പ്രാർത്ഥന നടത്തിയത്, അവരുടെ നേർച്ച വഴിപാടുകൾ നടത്തിയത്, ഇബാദത്തുകളൊക്കെ നടത്തിയത് അള്ളാഹു അല്ലാത്തവർക്കാണ്. അള്ളാഹുവിനെ ആരാധിക്കും, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കും. ഇന്നത്തെ ആളുകൾ
ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറയുകയും മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് ചോദിച്ചാൽ, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് CM മടവൂരാണ് എന്ന് പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ച് നാളുകൾക്ക് മുന്നേ പാട്ട് കേട്ടില്ലേ നിങ്ങൾ? ഒരു പാട്ട്, മടവൂരാരാ പടച്ചോനാണോ, ചോദിച്ചവരോട് നീ ചൊല്ല് അതെ അതെ അതെ. മടവൂര് പടച്ചോനാണോ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയേണ്ടത്? അതെ അതെ അതെ. 3 തവണ പറയണം എന്നാണ്. അതെ അതെ അതെ, മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ. പിന്നെ ശേഷമുള്ള വരി എന്താ അറിയുക? ഹൂ അല്ലാ മടവൂർ. ഹൂ അല്ലാ മടവൂർ. ഹൂ എന്ന് പറഞ്ഞാൽ ഹുവ എന്നാണ്. ഹു അല്ലാഹു അൽ മടവൂർ എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഹു അല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന് തുടങ്ങിയ ആയത്തുകൾ നമുക്ക് കാണാം. നേരെ തിരിച്ചാണ്. ഹു അല്ലാഹുൽ മടവൂർ, അല്ലാഹു മടവൂരാകുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നോക്കൂ സഹോദരങ്ങളെ, ഇത്ര വലിയ അബദ്ധങ്ങളിലാണ്. വേറെ ചില ആളുകളുണ്ട് നേർക്ക് നേരെ ശിർക്ക് അത് പറയാത്ത, പേരെടുത്ത് തന്നെ പറയാം, നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്ത്. അവർ ഇസ്തിഗാസക്കെതിരാണ് എന്ന് പറയും. പക്ഷേ തവസ്സുൽ അത് ഇസ്ലാമിൽ ഉള്ളതാണ് എന്നും പറയും. ഉള്ളത് വേറെണ്ടത് ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് ചോദിക്കൽ തെറ്റല്ല എന്നാണ് അവരുടെ വാദം. നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് പലപ്പോഴും പറയുന്നതായി കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ? ഹക്ക് എന്ന് പറഞ്ഞാൽ ബാധ്യത. ഈ വ്യക്തിയുടെ കാര്യത്തിൽ അള്ളാഹുവിന് ബാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ അത് ചെയ്തു തരണം. അങ്ങനൊരു ബാധ്യത അള്ളാഹു തആല ഏറ്റെടുക്കുമോ? സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. അള്ളാഹു അവന്റെ ഔദാര്യമായിട്ട് ഏറ്റെടുക്കലാണ്. ഒരാൾക്കും ഏറ്റെടുക്കാൻ അള്ളാഹുവിനോട് കൽപ്പിക്കാൻ അധികാരമില്ല. ഇത് നിർബന്ധമാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് അള്ളാഹ് ചെയ്തോളണം. ജാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം. അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളുകളാണ് നബിമാർ, സംശയമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളുകളാണ് അവരെല്ലാവരും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ആളാണ്. അള്ളാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു, ഉറ്റമിത്രമായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർത്താൻ നമുക്ക് ദീനിൽ തെളിവില്ല. പ്രിയമുള്ളവരെ, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അഥവാ നന്മയിൽ വർധനവ്, ആ നന്മ നിലനിൽക്കുക, ഇതൊക്കെയാണ് ബറക്കത്ത്. അപ്പൊ ബറക്കത്ത് മുഖേന ഇന്ന ആളുടെ ബറക്കത്ത്. ഒരു കാര്യം ബറക്കത്ത് നിശ്ചയിക്കപ്പെടേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹു പറഞ്ഞതിൽ മാത്രമേ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലേ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വക ഒരു കാര്യത്തിന് ബറക്കത്ത് നിശ്ചയിക്കാൻ പാടില്ല. ഇങ്ങനെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് തരണേ, നൽകണേ എന്നൊക്കെയുള്ള ചോദ്യം നമുക്ക് കാണാം. അതിനെ ഈ പറയുന്ന ആളുകൾ ന്യായീകരിക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കും. എത്രയോ മലയാള പുസ്തകങ്ങളിൽ, ഈ ആളുകൾ ഇറക്കിയ പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. അവർ തവസ്സുലാണെന്ന് പറയും. പക്ഷെ അതിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് എന്താണ്? നേർക്ക് നേരെ ഉപ്പാപ്പാ എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന രീതി വരെ കാണാം. അതുകൊണ്ട് പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ അബദ്ധത്തിൽ അകപ്പെട്ടു പോകരുത്. ഇതിൽ പിഴച്ചു പോയാൽ നേരെ ചെന്നു പതിക്കുന്നത് തൗഹീദിന് ഘടകവിരുദ്ധമായ ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കുമൊക്കെയാണ്. അള്ളാഹു അല്ലാത്തവരെ ഇടനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. പക്ഷെ ഇന്ന ആളുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നത് ഒരു തെളിവുമില്ലാത്ത കാര്യമാണ്. അതിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്, പുത്തനാചാരമാണ്. പിന്നെ അതിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും പറ്റുന്ന അബദ്ധങ്ങൾക്കനുസരിച്ച് അത് ശിർക്കിലേക്ക് എത്തിപ്പെടും. ഈ പറഞ്ഞ വസീല പറഞ്ഞിട്ടാണ്
പല ആളുകളും എന്താക്കുക, അവസാനം നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ആദ്യം ഇടതേട്ടം എന്ന് പറയും, പിന്നീട് എന്താകും, അത് നേർക്ക് നേരെ തന്നെ ആയിത്തീരും. അതാണ് എത്ര മലയാളത്തിലുള്ള അറബിയിലുള്ള മാലകളും മൗലിദുകളും ഒക്കെ നമുക്ക് കാണാം. നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എത്രയോ തേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് തവസ്സുലുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനം പറയാനുള്ളത്. ഇനി തവസ്സുൽ ദീനിലുണ്ടോ? ദീനിൽ തവസ്സുലുണ്ട്, വസീലയുണ്ട്. അത് അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ 3 മാർഗങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മാർഗങ്ങൾ അല്ലാഹു തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അഥവാ ശറഈലുള്ള മശ്റൂ ആയിട്ടുള്ള തവസ്സുൽ. അതിലൊന്നാമത്തത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ മുഖേന അള്ളാഹുവിനോട് തേടാം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ലാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിൽ എന്തു ചെയ്യാം? അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. റബ്ബന, അള്ളാഹുവേ, അള്ളാഹുമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുമ്മ, യാ റബ്ബ്, യാ റഹ്മാൻ, യാ ഹയ്യ്, യാ ഖയ്യൂം. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ ദുആകൾ നമുക്ക് കാണാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവേ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാറ്റിനെയും നിലനിർത്തുന്ന, സ്വയം നിലനിൽപ്പുള്ള അള്ളാഹുവേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം മുഖേന, അസ്തഗീസു, ഞാൻ നിന്നോട് സഹായാർത്ഥന നടത്തുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അള്ളാഹുവേ, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു. യാ അല്ലാഹ്, അള്ളാഹുവേ. വീണ്ടും അൽ അഹദു സമദ്, അഹദും സമദുമായ അള്ളാഹുവേ. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചതല്ല, അവൻ ജനിച്ചിട്ടില്ല, അവൻ മറ്റൊരാൾ ജന്മം നൽകിയിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെയുള്ള ആരും തന്നെയില്ല. അൻ തഗ്ഫിറ ലീ ദുനൂബി, എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു നൽകണേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, അല്ലാഹുവേ, തീർച്ചയായും നീ ഏറെ കരുണയുള്ളവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കേട്ടപ്പോൾ ഖദ് ഗുഫിറ ലഹു സലാസൻ, 3 തവണ അവിടുന്ന് പറഞ്ഞു, ആ പ്രാർത്ഥിച്ചയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ഇതിലൊക്കെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, ഇത് മുഖേന നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അത് വസീലയാണ്, അതൊരു ഇടതേട്ടമാണ്. അപ്പൊ നമുക്ക് പാപങ്ങൾ പുറത്തു കിട്ടണം. യാ ഗഫാർ, യാ ഗഫൂർ, യാ റഹ്മാൻ ഇഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ, ഇതിൽ കണ്ട പോലെ. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭയപ്പാട്, ആരെങ്കിലും ഉപദ്രവിക്കും എന്ന പേടി, യാ ജബ്ബാർ, അങ്ങനെയുള്ള നാമങ്ങൾ, അള്ളാഹുവിന്റെ അധികാരം അതറിയിക്കുന്ന നാമങ്ങൾ മുഖേന വിളിച്ചു പ്രാർത്ഥിക്കാം. അതെന്താണ്? ഒരു ഇടതേട്ടത്തിന്റെ ഇനമാണ്, അത് അനുവദനീയമാണ്. അത് നമുക്ക് അല്ലാഹു തആല അനുവദിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു രൂപം സഹോദരങ്ങളെ, നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിന് തെളിവ് കാണാം. അല്ലദീന യഖൂലൂൻ, മുഅ്മിനീങ്ങൾ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നന ആമന്ന, തീർച്ചയായും ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ ദുനൂബന, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു നൽകണേ. വഖിന അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. ഇവിടെ എന്താണ് മുൻനിർത്തിയത്? ഏത് സൽക്കർമ്മമാണ്? ആമന്ന, അല്ലാഹുവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ വിശ്വാസികളാണ് റബ്ബേ. ആ വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥന കാണാം, റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂൽ ഫക്തുബ്നാ മഅ ഷാഹിദീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, നീ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു,
ഞങ്ങളിത് അതിൻ്റെ റസൂലിനെ പിൻപറ്റിയിരിക്കുന്നു. ഫക്തുബ്നാ മഅ ശാഹിദീൻ, സാക്ഷികളുടെ കൂടെ അല്ലാഹുവേ നീ ഞങ്ങളെ രേഖപ്പെടുത്തണേ, എഴുതണേ, ഉൾപ്പെടുത്തണേ. മറ്റൊരായത്തിൽ റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ഈമാനിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു വിളിയാളം, ആ വിളിയുമായി വന്ന ആൾക്ക് അത് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ആ ആൾക്ക് ഞങ്ങളിതാ ഉത്തരം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈമാനിലേക്ക് ക്ഷണിച്ച ഒരു വിളി ഞങ്ങൾ കേൾക്കുകയും ആ വിളി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. റബ്ബേ ഞങ്ങളിതാ മുഅ്മിനീങ്ങളായിരിക്കുന്നു. ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുവേ അതുകൊണ്ട് നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകണേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ, ഞങ്ങളെ നന്മയുള്ള പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ അങ്ങനെ ആയിക്കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കണേ, അവരോടൊപ്പം ചേർക്കണമേ. എത്രയോ ആയത്തുകൾ നമുക്ക് കാണാം. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാം. ഒരു ഗുഹയിൽ അകപ്പെട്ട ഗുഹാവാസികളുടെ സംഭവം ഹദീസിൽ കാണാം. 3 പേർ ഒരു ഗുഹയിൽ അകപ്പെട്ടു. ആ ഗുഹയിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ പുറമെ നിന്ന് ഒരു കല്ല് വന്ന ആ ഗുഹാ മുഖം മൂടുകയുണ്ടായി. രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടത്തിലുള്ള ആൾ പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സ്സഖറതി ഇല്ലാ അൻ തദ്ഉല്ലാഹ ബിസാലിഹി അഅമാലികും. ഈ പാറ, അത് ഈ ഗുഹാമുഖം അടച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മുഖേന പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല, വേഗം പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത് അയാളുടെ മാതാപിതാക്കൾക്ക് അയാൾ ചെയ്ത നന്മ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അയാൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്, അയാളുടെ കുടുംബത്തിന് കൊടുക്കാറുണ്ടായിരുന്നത്, അയാളുടെ കന്നുകാലിക്ക് കൊടുക്കാറുണ്ടായിരുന്നത് അയാളുടെ മാതാപിതാക്കൾക്ക് കൊടുത്തതിന് ശേഷമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ ദൂരെ ഒരു സ്ഥലത്ത് ജോലിയുമായി പോയി തിരിച്ചു വരുമ്പോൾ അവർ ഉറങ്ങിയിരിക്കുന്നു, മാതാപിതാക്കൾ ഉറങ്ങിയിരിക്കുന്നു. അവർ എഴുന്നേൽക്കുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു എന്നാണ്. മക്കൾ വിശന്ന് കരയുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും അദ്ദേഹം കൊടുത്തില്ല. മാതാപിതാക്കളെ കാത്തു നിന്നു. അങ്ങനെ അവർ പുലർന്നപ്പോൾ എഴുന്നേറ്റു. നേരം പുലരുന്നവരെ അയാൾ കാത്തിരുന്നു. ഫജ്റായപ്പോൾ അവർ എഴുന്നേറ്റു. അപ്പോൾ അവർക്കത് കൊടുത്തു. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹുവേ ഞാനത് ചെയ്തത് നിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ, അതുകൊണ്ട് ഇതാ ഈ ഗുഹയിൽ അകപ്പെട്ട നമ്മളെ അത് മുഖേന നീ രക്ഷപ്പെടുത്തണേ. അപ്പം അത് കുറച്ചൊന്ന് നീങ്ങി, പക്ഷെ പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചു. അയാൾ എടുത്തു പറഞ്ഞത് അയാൾക്കൊരു പിതൃവ്യ ഉപ്പയുടെ സഹോദരന്റെ പുത്രി ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു. ആ സ്ത്രീയെ ഇയാൾ ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് പണിപ്പെട്ടിട്ടും ഇയാളുടെ ഇംഗിതത്തിന് അവൾ വഴങ്ങിയില്ല. അവസാനം ഒരു പ്രതിസന്ധി വന്നപ്പോൾ 120 ദീനാറിന് ഈ പെണ്ണിന് ആവശ്യം വന്നു. ഇയാളുമായി കരാറിലേർപ്പെട്ടു. ഈ സ്ത്രീ അവരുടെ ശരീരം കൊടുക്കാം, ഈ 120 ദീനാർ തരണം എന്ന് പറഞ്ഞു. വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് അവർ സമ്മതിച്ചു. അങ്ങനെ ഈ ദീനാർ കൊടുക്കുകയും ഇയാൾ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ അയാൾ ഉദ്ദേശിച്ച ആ വ്യഭിചാരത്തിലേക്ക് കടക്കുമ്പോൾ ഈ പെണ്ണ് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി. ഇത്തഖില്ല എന്ന് പറഞ്ഞു. നിനക്ക് ഹലാലാവാത്ത, അനുവദനീയമല്ലാത്ത ഒരു കാര്യത്തിലേക്ക് നീ പ്രവേശിക്കരുത് എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ അയാൾ പിന്തിരിഞ്ഞു. അള്ളാഹുവിനോർത്തു പിന്തിരിഞ്ഞു. അയാൾ അത് മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അയാൾ ആ ദീനാറും ആ പെണ്ണിനെയും ഒക്കെ ഉപേക്ഷിച്ചു, അള്ളാഹുവിനോട് ഒഴിവാക്കി. അയാൾ അത് പറഞ്ഞിട്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. ഗുഹ മുഖത്തുള്ള കല്ല് ഒന്നുകൂടി നീങ്ങി, പുറത്തിറങ്ങാൻ പറ്റൂല. മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു.
മൂന്നാമത്തെ ആൾ, അയാൾ ഒരു ജോലിക്കാരനെ കൊണ്ട് ജോലി എടുപ്പിച്ചു. അങ്ങനെ കൂലി കൊടുക്കാൻ നേരത്ത് ഇയാൾ ആ കൂലി ഉപേക്ഷിച്ചു കൊണ്ടുപോയി, വാങ്ങിയില്ല. ഇയാളുടെ കൂലി അവിടെ തന്നെ വെച്ചു. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഒരുപാട് സമ്പത്തുണ്ടാക്കി. അഥവാ ഒരുപാട് കന്നുകാലികൾ ഒക്കെ വാങ്ങിക്കൂട്ടി അത് പെറ്റു പെരുകി വലിയൊരു സമ്പത്തായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നു, എൻ്റെ കൂലി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു താഴ്വര മുഴുവനും ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ നിന്റേതാണെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ചോദിച്ചു, അല്ല നീ എന്നെ കളിയാക്കണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, നിന്റെ ആ പൈസ കൊണ്ട് ഞാൻ വാങ്ങി അതിന് ശേഷം ഉണ്ടായതാണ് ഈ കാണുന്നതൊക്കെ, ഇതൊക്കെ നിന്റേതാണ്. ആ മനുഷ്യൻ അതിലൊന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം എടുത്തിട്ട് പോയി. ഈ കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അല്ലാഹു, ഇത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറജതി സഖറ ഫഖറജു യംശൂൻ. ആ ഗുഹാമുഖത്ത് വന്ന് വീണ പാറക്കല്ല് മുഴുവനും നീങ്ങുകയും അവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. നോക്കൂ ഇവിടെ എന്താ സംഭവിച്ചത്? അവരുടെ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഉത്തരം കിട്ടി. മൂന്നാമത്തെ ഒരു രൂപം സഹോദരങ്ങളെ, നല്ല ഒരാളാണ്, സ്വാലിഹായ ഒരു മനുഷ്യനാണ് എന്ന് തോന്നുന്ന ഒരാളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയൽ. അതൊരു ഇടതേട്ടമാണ്. സ്വാലിഹായ മനുഷ്യനാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള ഒരാളാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരാളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാം. അത് ജായിസാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ഇതൊരു സ്ഥിരം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ ദ്വാരക്കണേ ദ്വാരക്കണേ എന്ന് പറയും. നമ്മൾ തന്നെ ദ്വാരക്കണം, നമ്മൾ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പക്ഷെ ഇത് അനുവദനീയമാണ്, ഇത് അനുവദനീയമാണ് എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ വെച്ച് ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറാബി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലകൽ മാൽ വജാഅൽ ഇയാൽ ഫദ്ഉല്ലാഹ ലനാ. അല്ലാഹുവിന്റെ റസൂലേ, സമ്പത്തൊക്കെ നശിച്ചു പോയിരിക്കുന്നു, പട്ടിണിയാണ് നബിയെ, അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം. അഥവാ മഴയില്ല, വരൾച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈ, അവിടുന്ന് ഇരു കൈകളും ഉയർത്തി എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആകാശത്തൊരു കാർമേഘം പോലും ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതാ മഴ വർഷിക്കുന്നു, സമൃദ്ധമായ മഴ. അന്ന് മുഴുവനും പിറ്റേന്നും ഒരാഴ്ച നീണ്ടു നിന്നു. അതാ പിറ്റേത്താഴ്ച ആ അറാബി വീണ്ടും ഓടി വരുന്നു, യാ റസൂലല്ലാഹ് തഹദ്ദമൽ ബിനാഉ വഗരിഖൽ മാലു ഫദ്ഉല്ലാഹ ലനാ. ഇതാ നമ്മുടെ വീടുകളൊക്കെ തകർന്നു പോവാണ്, അതുപോലെ സമ്പത്തൊക്കെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അള്ളാഹുവെ നമ്മുടെ മേലല്ല, ഇത് നമുക്ക് ചുറ്റുമാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇതൊരു ഇടതേട്ടമാണ്, അനുവദനീയമായ ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരൾച്ച ബാധിച്ചു. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അല്ലാഹുവേ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതസ്ഖീന. അല്ലാഹുവേ, ഞങ്ങൾ നമ്മുടെ നബിയെ കൊണ്ട് നിന്നിലേക്ക് ഇടയാളനാക്കിക്കൊണ്ട് ഇടതേടിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മഴയ്ക്ക് വേണ്ടി. അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകിയിരുന്നു. എന്നാൽ അള്ളാഹുവെ, ഇപ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരനെ ഇടനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഫസ്ഖിന, നീ ഞങ്ങൾക്ക് മഴ നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സംഭവിച്ചതാണ്. ഹദീസ് റിവായത്ത് ചെയ്ത റാവി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫയുസ്ഖൗൻ, അപ്പോൾ അവർക്ക് മഴ ലഭിച്ചു. നോക്കൂ, സാലിഹായ ഒരു മനുഷ്യനെ കൊണ്ട്
അള്ളാഹുവിനോട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തോട് പറഞ്ഞിട്ട് എന്നോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് തവസ്സുലാണ്, നേരത്തെ ചെയ്തതുപോലെ. നബിയുടെ വഫാത്തിന് ശേഷം അവരെന്ത് ചെയ്തില്ല? അല്ലാഹുവേ ബിഹഖി നബിയിന ഫസ്കിന എന്ന് പറഞ്ഞില്ല. ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ അഷ്റഫുൽ ഖൽഖായ വ്യക്തിയാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തിന് ശേഷം ഒരു തവസ്സുൽ ഇല്ലാത്തത് കൊണ്ടാണ് അവരത് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ അവരാരെ നിർത്തുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർത്തുമായിരുന്നു. അതിനേക്കാൾ ഒരു ശറഫാക്കപ്പെട്ട വ്യക്തി വേറെയുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളിതാ അബ്ബാസിനെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകി, നിസ്കാരത്തിന് നേതൃത്വം നൽകി, അള്ളാഹുവിനോട് ദുആ ചെയ്തു, മഴ കിട്ടി. ദുആ ചെയ്തു. അതാ പറഞ്ഞത്. അതൊരു പഠിപ്പിക്കലാണത്. ഏതുപോലെ ഹജറുൽ അസ്വദ് നോക്കി ഇന്നക ഹജർ എന്ന് പറഞ്ഞില്ലേ, ഇത് കല്ലാണ്, നീ കല്ല് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണ്. അതെക്കാലത്തും നമുക്ക് രേഖയാണ്, തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ള കാലത്ത് അല്ലാഹുവേ ഞങ്ങൾ അവിടുത്തെ കൊണ്ട് ഇടതേടാറുണ്ടായിരുന്നു, അവിടുത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു, അവിടുന്ന് നിസ്കരിക്കുമായിരുന്നു, ഞങ്ങൾ പിന്നിൽ നിൽക്കുമായിരുന്നു, അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾ ആമീൻ പറയുമായിരുന്നു, അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അവിടുത്തെ അമ്മിനെ കൊണ്ട്, പിതൃവ്യ സഹോദരനെ കൊണ്ട് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു, നീ ഞങ്ങൾക്ക് മഴ നൽകണേ. അദ്ദേഹം നേതൃത്വം വഹിച്ചു. അങ്ങനെയാണ്. അപ്പോൾ അല്ലാഹു തആല മഴ നൽകി. അതാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഫയുസ്ഖഊൻ, മഴ നൽകപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന കാലത്ത് അവർ നേർക്ക് നേരെ ചോദിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ വഫാത്തിന് ശേഷം അവരുടെ തവസ്സുൽ ഈ രൂപത്തിലാണ്. വഫാത്തിന് ശേഷം ഒരു ഇടതേട്ടം അവർക്കില്ലായിരുന്നു. ഈ 3 രൂപമല്ലാത്ത രൂപങ്ങൾ സഹോദരങ്ങളെ ശറഇലില്ലാത്ത മംനൂആയ രൂപമാണ്. ഇതാണ് മശ്റൂആക്കപ്പെട്ട രൂപം. ഏതൊക്കെയാണ്? ഒന്ന്, അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, ഇടനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മുടെ സ്വന്തം സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. മറ്റൊരാളെ അഥവാ സ്വാലിഹാണെന്ന്, നല്ല ആളാണെന്ന് തോന്നിക്കുന്ന ഒരാളെ കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യിപ്പിക്കാം. അതുകൊണ്ടാണ് ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളോട് നമ്മൾ പറയാറില്ലേ, നമുക്ക് കൊണ്ട് ദുആ ചെയ്യണേ. ജായിസാണ്. അതൊരിക്കലും പാടില്ല എന്ന് ഒരിക്കലും നമ്മൾ എവിടെയും പറയുന്നില്ല, പറയാൻ തെളിവുമില്ല. ഈ 3 രൂപവും മശ്റൂആക്കപ്പെട്ട രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ തവസ്സുൽ അല്ലാത്തൊരു തവസ്സുൽ സഹോദരങ്ങളെ ഇല്ല. ഇതാണ് ശറഇലുള്ള തവസ്സുൽ. അതല്ലാത്ത തവസ്സുൽ നേരത്തെ പറഞ്ഞതുപോലെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ടുള്ള ചോദ്യം അള്ളാഹുവിന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ കാണാൻ സാധിക്കുകയില്ല. അതാരെ വിളിച്ച് ഇടനിർത്തിയതുപോലെ ഹക്കും ജാഹും ബറക്കത്തും ചോദിച്ചാലും ശരി. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം സാധിക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഇടനിർത്തുമായിരുന്നു. ഇന്നത്തെ ആളുകൾ പറയുന്നത് പോലെ ബിഹഖി നബിയിന ബിജാഹി നബിയിന എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ഉള്ളത്. അതിനുശേഷം പാടില്ല എന്ന ഒരു ധ്വനി കൂടി അതിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇതാണ് തവസ്സുൽ തെറ്റും ശരിയും എന്ന ഭാഗം. ഉള്ള തവസ്സുലും ഇല്ലാത്ത തവസ്സുലും ഇതാണ്. ഇനി ഇസ്തിഗാസയാണ് അടുത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിൽ അത് പറയാം. വിശാലമായ വിഷയങ്ങളാണ് രണ്ടും. വിശാലമായ വിഷയമാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ തെറ്റിപ്പോയിട്ടുള്ള വിഷയവുമാണ്. പല ആളുകളും ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നമ്മൾ സ്വാലിഹീങ്ങളെ, ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവരാണ്, ഇത് പറയുന്ന ആളുകൾ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്തവരാണ്, ആദരിക്കാത്തവരാണ് എന്നൊക്കെയാണ്. ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ എന്താണോ ഉള്ളത് അതാണ് ദീൻ. അള്ളാഹു പഠിപ്പിച്ചതാണ് ദീൻ. ഈ മഹാന്മാർ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചത് എന്താണോ അതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് അവരോടുള്ള സ്നേഹം. അവരോടുള്ള സ്നേഹം പരിധി വിട്ടുപോകാൻ പാടില്ല. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് മക്കയിൽ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മദീനയിൽ അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ യഹൂദികളും നസാറാക്കളും ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവകാശവാദം ഉന്നയിച്ചത് എന്താണ്? ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകളാണ്. അല്ലാഹു തആല മറുപടി പറഞ്ഞു. ഇവരുടെ സ്നേഹം എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ കാണിച്ചിരുന്ന സ്നേഹം എന്താണ് എന്ന് നമുക്ക് കാണാം. മക്കാ മുശ്രിക്കുകൾ കഅബയുടെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി. മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചു. 300 ചില്ലാനം വരുന്ന വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള 2 വിഗ്രഹങ്ങൾ 2 നബിമാരുടേതായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നസാറാക്കൾ അവകാശവാദം ഉന്നയിച്ചു, യഹൂദികളും അവകാശവാദം ഉന്നയിച്ചു. ഇബ്രാഹിം നബി നമ്മുടെ ആളാണ്. അല്ലാഹു തആല പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയല്ല, അദ്ദേഹം നസ്രാനിയല്ല, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല. പിന്നാരാണ്? ഹനീഫൻ മുസ്ലിമൻ, ഷിർക്കിൽ നിന്ന് പരിപൂർണമായി തൗഹീദിലേക്ക് ചാഞ്ഞ മുസ്ലിമായ വ്യക്തിത്വമാണ്. ഈ മില്ലത്തു ഇബ്രാഹിം, മില്ലത്തു ഹനീഫ്, അത് പറഞ്ഞ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മക്ക ഫതഹിന്റെ അന്ന് ഈ 2 വിഗ്രഹങ്ങൾ എന്ത് ചെയ്തു? എല്ലാം പൊളിക്കുന്നതിനിടയിൽ അതും അടിച്ചു തകർത്തു. സ്നേഹത്തിന്റെ പേരിൽ അത് ബാക്കി വെച്ചില്ല. കാരണം എന്താ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കേണ്ടത് അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടല്ല. കാരണം അദ്ദേഹം അതിനെതിരെ പോരാടിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നു പറഞ്ഞതിന്റെ പേരിലാണ് മക്കയിൽ പീഡനങ്ങളൊക്കെ സഹിച്ചത്. അതിന്റെ പേരിലാണ് അവിടുന്ന് നാടുവിട്ട് പോവേണ്ടി വന്നത്. എന്നിട്ട് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നവർ, സ്നേഹിക്കുന്നവർ എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യുക? അബൂജഹൽ എടുത്ത് അതേ പണി തന്നെ എടുക്കുക. എങ്ങനെ ശരിയാവും? അവർ പറഞ്ഞ അതേ വാദം പറയുക. എന്ത്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് നേരിട്ട് പോയാൽ കിട്ടൂലല്ലോ, അപ്പൊ നമ്മൾ ശുപാർശക്കാരെ സ്വീകരിക്കണം, അള്ളാഹുവിലേക്ക് അവർ നമ്മൾ അടുപ്പിക്കും, നമ്മൾ നേരിട്ട് പോയാൽ നമ്മൾ ഭാവികളല്ലേ, നമ്മൾ ദോഷികളല്ലേ, ഇപ്പൊ നേർക്ക് നേരെ പോകാൻ പറ്റൂലല്ലോ, അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇടനിർത്തണ്ടേ. ഇതൊക്കെ അവർ പറഞ്ഞതാണ്, മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതാണ്. ലോകത്ത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ ഷിർക്കിന്റെ ആളുകൾ പറയുന്ന വാക്കുകളാണിത്. ഇതിനെതിരാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ഇതിനെതിരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ഇതിനെതിരാണ് സഹാബത്തിന്റെ ജീവിതം. അപ്പൊ അത് പിൻപറ്റുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിച്ചതുകൊണ്ട് ആ വിഗ്രഹം തച്ചു തകർത്തു എന്നതുപോലെയാണ്. അവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞത് അവരോടുള്ള സ്നേഹമാണ്. അവരതിനു വേണ്ടിയാണ് പോരാടിയതും പീഡനങ്ങളേറ്റതും. അത് നെഞ്ചിലേറ്റുക എന്നതാണ് അവരോടുള്ള നമ്മുടെ സ്നേഹം. ഇൻഷാ അല്ലാഹ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ആ വിഷയം നമുക്ക് കൂടുതൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് യഥാർത്ഥ പാത കാണിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.